എന്താണ് അഡൽട്ട് പ്രസൻസ്? തെറാപ്പിയിലൊക്കെ എപ്പോഴും പ്രോഗ്രസ് ഫാസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നത് അഡൽട്ട് പ്രസൻസ് കൂടുതൽ ഉണ്ടാവുമ്പോഴാണ്. പലപ്പോഴും തെറാപ്പിയുടെ ഗോൾ തന്നെ ഈ അഡൽട്ട് പ്രസൻസ് കൊണ്ടുവരാന്നുള്ളതാണ്. നമ്മളൊക്കെ അഡൽട്ട് ആണെന്നുണ്ടെങ്കിലും അഡൽട്ട് പ്രസൻസ് ഉണ്ടാവണം എന്നില്ല. അഡൽട്ട് പ്രസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ അതിനെല്ലാം ഒരു മെച്ചോർഡ് വേയില് നമുക്ക് നോക്കി കാണാൻ പറ്റുക എന്ന് വിചാരിച്ച ചാലഞ്ചിങ് ഇമോഷൻസ് ഉണ്ടാവില്ല എന്നല്ല. അങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് അതിനെ റെഗുലേറ്റ് ചെയ്യാനും അതെങ്ങനെ നമ്മൾ മൂവ് ഓൺ ചെയ്യണം എന്നും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും അൾട്ടിമേറ്റ്ലി അതിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഭാഗമുണ്ട് എന്നുള്ളത് ആ തോന്നലിൽ നിന്ന് അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുന്നത് വഴിയാണ് നമുക്ക് അതിൽ ചേഞ്ച് കൊണ്ടുവരാനും മാറ്റം കൊണ്ടുവരാനും സാധിക്കുള്ളൂ. ആസ് ലോങ് ആസ് വി ആർ ബ്ലെയിമിങ് സംബഡി എൽസ്, അവര് കാരണമാണ് ഇവര് കാരണമാണ്, നമ്മുടെ അഡൽട്ട് പ്രസൻസിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ഭാഗത്തു നിന്ന് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പല സാഹചര്യങ്ങളിലും ഈ പറയുന്ന റേപ്പ്, സെക്ഷൽ അബ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഭാഗം കൊണ്ടാണെന്ന്. പക്ഷെ അവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുന്നത് ഹീലിംഗിന്റെ കാര്യത്തിലാണ്. ഹീലിംഗ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാവരും ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ, നമ്മളെല്ലാവരും അഡൽട്ട്സ് ആണെങ്കിലും എത്രത്തോളം അഡൽട്ട് പ്രസൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ഹാർഡ് ഇമോഷൻ വന്നാൽ എത്രത്തോളം നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നമുക്ക് ഹെൽത്തി ആയിട്ട് കോപ്പ് ചെയ്ത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ എക്സ്പീരിയൻസസ് ലേൺ ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.